എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹായ് നാഗാലാൻഡ്, സലാം കാ കിന്നകാസെ. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളി എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? അതായത് ചർച്ച്, ഐ മീൻ ക്രിസ്ത്യൻ ചർച്ച് എവിടെയാണെന്നറിയോ? അത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ്. അതും നമ്മളെ സ്വന്തം നാഗാലാൻഡിൽ, നോർത്ത് ഈസ്റ്റിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയുള്ളത്. ആ പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സുനോപൊറ്റോ സുമി ബാപ്റ്റിസ്റ്റ് ചർച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ചർച്ച്. ഏകദേശം 8500 പേർക്ക് ഒറ്റ ഇരിപ്പിനിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ചർച്ച്. അടിപൊളിയായിട്ടുണ്ടോ? നാഗാലാൻഡിലായിരിക്കും ഏഷ്യയിലെ ഏറ്റവും വലിയ ചർച്ച് എന്ന് ഞാൻ ജന്മത്തിൽ വിചാരിച്ചിട്ടില്ല. എന്തായാലും സോ ക്രേസിയാണ്. പിന്നെ നമ്മളുള്ളത് ഇപ്പം മൊക്കച്ചുങ്ങിലാണ്. മൊക്കച്ചുങ്ങിൽ നിന്ന് വി ആർ ഗോയിങ് ടു സുനോപൊറ്റോ. പിന്നെ അവിടുന്ന് നേരെ കൊഹിമ. അപ്പോൾ ഇന്ന് പോകുന്ന റോഡ് വളരെ മോശമാണ് കേട്ടോ. എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ എനിക്ക് തീരെ വയ്യ. എൻ്റെ വയറ് ഭയങ്കരമായിട്ട് വേദന കഴിച്ചു. ഇന്നലെ തുടങ്ങിയതാണ്. ഈ വയറുവേദനയും വെച്ചിട്ടാണ് ഞാൻ പോണത്. എനിക്ക് പേടി, അപ്പൻഡിക്സ് ആണോ ഇനി സാധാ വയറുവേദനയാണോ. ഞാൻ ഇപ്പോൾ ഒരു മരുന്ന് കുടിച്ചപ്പം ഒരു ഗ്യാസ് ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഗ്യാസ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നില്ല. ഇനി അതാണോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്നലെ രാവിലെ ഒരു പൂരി കഴിച്ച്, ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി കഴിച്ച്. അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. ഇന്ന് ഭക്ഷണവും കഴിക്കണം. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നാഗാലാൻഡിൽ ഒരു കടയും തുറക്കും എനിക്ക് തോന്നുന്നുമില്ല. ഫോർ യു ഗൈസ്, നാഗാലാൻഡ് പീപ്പിൾ, ഐ ആം സിക്ക് ടുഡേ. നോ എനർജി ടു ഷൂട്ട്. ഐ ഹാവ് ലൈക്ക് lower stomach pain. It's too much from yesterday itself started. I don't know. Let's hope it will get ready soon. So we are going to Sunomato Church, Asia's biggest church in Asia's biggest church. So guys, ഒരു സെമിത്തേരിയാണ്. നോക്കിയേ, റോഡിനോട് ചേർന്നിട്ട് ഫുള്ള് ഗൈസ് പേടിയാവും. രാത്രിയൊക്കെ ഒറ്റയ്ക്കയിൽ നടക്കാൻ വേണ്ടി പറ്റുമോ? ഫുള്ള് മറവ് ചെയ്തത് കാണുന്നത്. Second biggest in Asia, right? ഇന്നലെ ഞാൻ ഇത് പറഞ്ഞ village. Somebody tell that is Kohima only. No, first is Kohima. First is Kohima. Kohima para Basti. Okay. Betul? Sunopoto. Rumah Mina? സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ യാത്രയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് നോക്കിയേ, അത്യാവശ്യം നല്ല റോഡല്ലേ. സുനോപൊറ്റോക്ക് റോഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ല ഗൈസ്. കണ്ടോ, ആദ്യം തന്നെ പൊളിഞ്ഞ് കിടക്കുക. അതായത് 62 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് ഓടാൻ, പക്ഷേ 3 മണിക്കൂറാണ് കാണിക്കുന്നത്. അത് നാഗാലാൻഡിലെ ഏറ്റവും മോശപ്പെട്ട റോഡുകളിൽ ഒന്നാണിത്. ഞങ്ങൾക്ക് സുനോപൊറ്റോയിൽ ഒന്നും കാണാനില്ല, പക്ഷേ ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളി കാണണം. അതുകൊണ്ട് മാത്രമാണ് പോകുന്നത്. ഇല്ല, ഞങ്ങൾ പോലും ഓടില്ല ഗൈസ്, പൊളിഞ്ഞ് കിടക്കുക. എന്തായാലും പോയി നോക്കാം. വെറും 54 കിലോമീറ്റർ നമുക്ക് ഓടാനുള്ളൂ, 2 മണിക്കൂർ 13 മിനിറ്റും. അപ്പോൾ ഈ റോഡിൻ്റെ ഒരവസ്ഥ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോണത്. അപ്പോൾ വളരെ മോശപ്പെട്ട റോഡാണ്. എപ്പോൾ എത്തുന്നൊന്നും നമുക്കറിയില്ല ഗൈസ്. സോ ഗൈസ്, വി ആർ എൻ്ററിങ് ടു സുമി ട്രൈബ്സ് ഏരിയ. അതായത് സെമ എന്ന് പറയുന്ന ട്രൈബ്, അവരെ സ്ഥലമാണ് സുമമറ്റോ. അതിൽ അവരെ വിളിക്കുക സുമി എന്നാണ്. അവരെ ഏരിയയിലോട്ടാണ് പോകുന്നത്. അതായത് ഞാൻ ഇത്രയും നേരം നിന്നുകൊണ്ടിരുന്ന ആവോ എന്ന് പറയുന്ന ട്രൈബ്സിൻ്റെ അടുത്തായിരുന്നു. ഈ ഇരിക്കുന്ന അക്കീർ ലോത്ത എന്ന് പറയുന്ന വേറൊരു ട്രൈബാണ്. അപ്പം നമ്മൾ പോകുന്നത് ഇപ്പം മൊത്തം 17 ട്രൈബ് ഉണ്ട് ഇവിടെ നാഗാലാൻഡിൽ. അപ്പം ഈ വട്ടം ഞാൻ എത്ര ട്രൈബിൻ്റെ അടുത്ത് പോയി എന്ന് എനിക്കറിയില്ല. സോ നൗ വി ആർ ഗോയിങ് ടു സെമ ട്രൈബ്. അവരെ നമ്മൾ സുമി എന്നാണ് വിളിക്കുക. നിങ്ങൾ നോക്കി, ഈ റോട്ടിൽ ഒരു മനുഷ്യനെ കാണാൻ തോന്നും. നമ്മൾ പോകണമെങ്കിൽ ഒരുപാട് വില്ലേജുകളുണ്ട്, പക്ഷേ
ഇത് ലുമാമി എന്ന് പറയുന്നൊരു വില്ലേജാണ്. ഇന്ന് സൺഡേ കൊണ്ട് ഒരു മനുഷ്യനെ ഇവിടെ കാണാൻ കിട്ടില്ല. കാരണം എല്ലാവരും ക്രിസ്ത്യാനികളായും എല്ലാവരും പള്ളിയിൽ പോകും ഗൈസ്. വേറെ ഏത് ദിവസവും അവർക്ക് ഇറങ്ങി നടക്കാൻ എന്തും ചെയ്യാം, പക്ഷെ സൺഡേ പള്ളിയിൽ പോയിരിക്കണം. അതുകൊണ്ട് ഒരു മനുഷ്യനെ ഒരു കടയോ ഒന്നും തുറക്കില്ല. കാല് ഇവിടെയൊക്കെ കാലേരി എടുക്കുക, വീടൊക്കെ കണ്ടില്ല, ഒരു അനക്കം പോലും ഇല്ല ഒരു സ്ഥലത്തും. അപ്പോൾ സൺഡേ ഒക്കെ നാഗാലാൻഡിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നോക്കിയാൽ ഫുഡൊക്കെ കൈ കരുതി നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ്, റോഡ് മോശമാണ് അറിയാലോ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓരോ വില്ലേജുകൾ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് പോണത്. ഇപ്പം നമ്മൾ അക്കൊലത്തു എന്ന് പറയുന്ന ഒരു വില്ലേജിലെത്തിയിട്ടുണ്ട്. നല്ല രസമുള്ളതാണ്, നല്ല ഭംഗി. ഒരു മനുഷ്യനില്ല കഴിച്ച, ഒരു കടയില്ല. സൺഡേ ഇങ്ങനെ ആവും. ആദ്യമായിട്ട് 2 കുട്ടികളെ കണ്ട് ഈ ട്രിപ്പിൽ ഇറങ്ങിയതിന് ശേഷം. ഒരു പള്ളി പോക്കൊന്നുമില്ല എന്ന് പറയാം. എല്ലാ സ്ഥലങ്ങളും നോക്കി ചെറിയൊരു കുങ്കിപ്പീടിയ മാതിരിയല്ലേ, അതായത് വികസനമൊന്നും എത്താത്ത പോലെ നമുക്ക് തോന്നില്ലേ. അപ്പം എല്ലാവരും ചർച്ചിലായിരിക്കും. നല്ല ഇത് ഇന്നർ കാഴ്ചകളാണ്, നാഗാലാൻഡിൻ്റെ ഇന്നർ കാഴ്ചകൾ. ബെന്തക്കോസ്റ്റ് ചർച്ച് ഇവിടെ 90%, 99% ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നവരാണ് കേട്ടോ. കുറച്ച് പേരുണ്ട്. സുനീത കുട്ടികൾ കുറച്ച് പ്രശ്നക്കാരാണ്. ഹായ് എന്ന് പറഞ്ഞാൽ ഹായ് എന്നും പറയില്ല. എന്തായാലും നല്ല നല്ല ടൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൗൺ. ചർച്ചൊക്കെ കഴിഞ്ഞ് കുട്ടികളതാ ഇങ്ങനെ പോകുന്നു. അതായത് ഒരു മേജർ ടൗണിൻ്റെ കോലാണ് ഗൈസ്. നമ്മളെ നാട്ടിലൊക്കെയാണ് നമ്മൾ എന്ന് അടി ഉണ്ടാക്കിയിട്ടുണ്ടാവും, റോഡില്ല എന്നൊക്കെ പറഞ്ഞു. SBI ബാങ്ക് എല്ലാം കാണാം. ഒരു മനുഷ്യല്ലല്ലോ. ചർച്ചിൽ മാത്രം മനുഷ്യന്മാരുണ്ട്, വേറെ എവിടെയും മനുഷ്യന്മാരില്ല. ഒരു ഫുഡ് കിട്ടണമെങ്കിൽ ഒന്നും കിട്ടില്ല, ഫുഡ് കിട്ടില്ല ഗൈസ്. ഭക്ഷണം എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഒന്നും കിട്ടില്ല. ഗസ്റ്റ് ഹൗസ്. ഈ യാത്രയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മഴ കിട്ടുന്നത്. പെട്ടെന്ന് കാലാവസ്ഥ മാറിയിട്ട് അത്രയും നേരം വെയിലായിരുന്നു, പക്ഷെ അങ്ങോട്ടേക്ക് വെയിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിലോട്ട് നല്ല മഴയാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാ ഉള്ളോട്ട് ഇങ്ങനെ വെള്ളം കയറുന്നു. ഈ സൈഡ് മൊത്തം നനിയും. അക്കോലത്തോ എന്ന് പറഞ്ഞാൽ ആ ടൗണ് കഴിഞ്ഞ മഴ തുടങ്ങിയാണ്. പക്ഷേ റോഡ് കുഴപ്പമില്ല, റോഡ് മോശമാവാതിരുന്നാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല മഴയോടുകൂടി ഇങ്ങനെ പോട്ടെ കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് കാലാവസ്ഥ മാറിയിരിക്കും, നല്ല കാലാവസ്ഥ ആവും എന്നാണ് വിചാരിക്കുന്നത്. അതായത് മഴയ്ക്ക് കുഴപ്പമൊന്നുമില്ല. മഴയൊക്കെ പോയിട്ട് അത്യാവശ്യം പോകാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ ക്യാമറ പുറത്തിടാൻ പറ്റില്ല, നമുക്ക് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റില്ല. ആ രീതിയിലാണ് ഒക്കെ റെഡിയാകുമെന്ന് വിചാരിക്കുന്നു. സോ നാഗാലാൻഡിൻ്റെ കാലാവസ്ഥ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പം പെട്ടെന്ന് ഒരു 10 കിലോമീറ്റർ മാറിയപ്പോഴത്തേനും എല്ലാം മാറി, മഴയൊക്കെ പോയി, വെയിലായി. പക്ഷേ റോഡ് വളരെ മോശമാണ്. ഇനിയുണ്ട് നമ്മൾ പോണ സോനമോട്ടോയിലോട്ട് 15 കിലോമീറ്റർ ഓടിക്കാൻ. റോഡ് വളരെ മോശമാണ്. നമുക്ക് പതുക്കെ ഇങ്ങനെ പോവാം ഗൈസ്. എന്തായാലും അവിടെ എത്തട്ടെ. വേൾഡിലെ ഏറ്റവും വലിയ പള്ളിയാണല്ലോ. പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞ സാധനത്ത് വരെ കിട്ടിയിട്ടില്ല. This is my concern to all Naga people. I know you guys want to go to church. Still, you guys want to open one restaurant in every town, every villages after the church. Because like me, who traveling inside the Nagaland, we don't get any food. I gonna die today. Who told you to travel on Sunday? That's the problem. Yeah. Yes, this is my mistake. Still, if you are opening a restaurant in Sunday, love you guys. Guys, ഒരു വില്ലേജിൽ അടിപൊളി എന്തോ അസ്കോക്കാന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഈ വില്ലേജിൻ്റെ പേര്. യൂറോപ്പിലൊക്കെ പോയാലുണ്ട് ഗൈസ്. എന്തൊരു ഭംഗിയാ, ഇറങ്ങിയെടുത്തേ പറ്റൂ. യൂറോപ്പിലൊക്കെ പോയാലല്ലേ.
ഒരു കുളം, അവിടെ നല്ല ഭംഗിയോടുകൂടി ഒരു വില്ലേജ്, ഒരു ഗ്രൗണ്ട്, എല്ലാമായിട്ട് നല്ല രസമുണ്ട്. ബട്ട് മൈ സ്റ്റൊമക്ക് ഈസ് സ്റ്റിൽ പെയിനിങ്. അടിപൊളി സ്ഥലം കേട്ടോ ഗൈസ്. എൻ്റെ വയറ് ഭയങ്കര വേദന എടുക്കുന്നു, എന്താ ചെയ്യുക ഒന്നും അറിയില്ല. അസുക്കോമി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. എന്തായാലും നൈസ്. ഒരു കാര്യം ഇന്നെനിക്ക് മനസ്സിലായി, ഒരു സ്റ്റേറ്റും ഒരു സ്ഥലത്തും ഒരു മതം മാത്രം പാടില്ല. അതായത് നമ്മളെ കേരളം ബെസ്റ്റ് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഒരുമിച്ച് ജീവിക്കുന്നുണ്ടാ. കാരണം ഇവിടെ ഇപ്പോൾ ക്രിസ്ത്യൻസ് മാത്രമേ കൊണ്ട് സൺഡേ ഒരു കടയിൽ നിന്ന് ഉറപ്പില്ലോ ഒന്നുമില്ല, പട്ടിനെടുത്ത് മരിക്കുക എന്നല്ലാണ്ട്. എനിക്കാണെങ്കിൽ ഞാൻ ഇന്നലെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഇന്ന് വിശന്നിട്ടും വയ്യ. ഒരു മുട്ടായിക്കട പോലും ഇല്ല കഴിച്ച്. കേരളം ബെസ്റ്റ് ആയത് എന്താ അറിയാമോ? വെള്ളിയാഴ്ച കാക്കാമാർ കട തുറന്നില്ലെങ്കിലും ബാക്കിയുള്ളവർ കട തുറക്കും. ഞായറാഴ്ച അച്ചായന്മാർ പള്ളിയിൽ പോയാലും പിന്നെ കാക്കാമാർ കട തുറക്കും. പിന്നെ നമ്മളെ ബാക്കി എല്ലാ ദിവസവും ബാക്കി എല്ലാവരും കടയൊക്കെ തുറന്ന്. അതാണ് നമ്മളെ കേരളം ബെസ്റ്റ് ആവാനുള്ള കാരണം ഗൈസ്, എല്ലാം കൊണ്ടും. ഇതുപോലെ പട്ടിണി എടുക്കാൻ്റെ പേരില്ല ഗൈസ്. നൈസ്. എന്തായാലും അടിപൊളി കാഴ്ചയിൽ നിന്ന് സന്തോഷത്തോടെ വയറുവേദന എടുത്തിട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കും. നമ്മളുള്ളത് ഇപ്പം അക്കുസുമി വില്ലേജ് എന്ന് പറയുന്നത് സുമി ട്രൈബ് കേട്ടോ. Bro, is Sumi tribe or Sema tribe? Sumi tribe. So who is Sema? No. Before we used to call it Semana. Now we used to call it Sumi. Oh, okay. Both are same, but Yeah, same. പണ്ട് സെമ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ സുമി. Can you tell me a good name in Sumi? Sumi. Like Lota, they call me like Pangadan. So here, which is the best name? Like For Sumi. Sumi Bokoto. Bokoto. Yeah. So guys, today onwards I am Bokoto. Yeah, Bokoto from Sumi tribe. Bokoto from Sumi tribe. Guys, Bokoto. No more Pangadan. Now I am no more Lota. I am Sumi right now. And you come fight. You want to fight? This is my area now. If you fight, come. You stay here, I'm going. Okay. You cannot speak Sumi also, you stay here. So guys, ചലോ ഫൈനലി നമ്മൾ ഇതാ സുനബറ്റോ എന്ന് പറയുന്ന നഗരത്തിലോട്ട് എത്തുകയാണ്. ഇവിടെ മുതൽ നഗരം തുടങ്ങി ആണ് കേട്ടോ. ഇപ്പോൾ ഒരു ഹില്ലി ഏരിയയിലാണ് ഇത് ഉള്ളതെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇനി ഏകദേശം 2-3 കിലോമീറ്ററേ ഉള്ളൂ. നല്ല കോടയിൽ മുങ്ങി കിടക്കുകയാണ് കേട്ടോ ടൗൺ മൊത്തം. നല്ല രസമുണ്ട്. എന്തായാലും നല്ല ഭംഗിയോട് കൂടിയുള്ള ടൗൺ, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ മുഖത്ത് നോക്കിയാൽ ചിരിക്കില്ല ഗൈസ്, ഒട്ടും ചിരിക്കുന്നില്ല. അത് മാത്രമേ ഉള്ളൂ ഒരു കുഴപ്പമായിട്ട്. ആദ്യം നമുക്ക് ഭക്ഷണം കണ്ടുപിടിക്കണം. എനിക്ക് തോന്നുന്നില്ല കിട്ടുന്നുള്ളത്, എന്നാലും നമ്മൾ ഒരു ട്രൈ ചെയ്ത് നോക്കും. എന്തായാലും നൈസ്. സുനബറ്റോ എന്ന് പറയുന്ന മെയിൻ ടൗണിലെത്തിയിട്ടുണ്ട് ഗൈസ്. വലിയ പ്രൗഢഗംഭീരമായിട്ടുള്ള ടൗണൊന്നുമല്ല. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ചർച്ച് മേലോട്ടാണ്. ഗോയിങ് അപ്പ് ഓർ ഡൗൺ? നമ്മൾ ചർച്ചിലോട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചർച്ച് കഴിഞ്ഞ് വരുന്ന വണ്ടികളാണ് ഈ കാണുന്ന മൊത്തം. ഒരു ഫുഡും ഇല്ല ഗൈസ്, പട്ടിണി അല്ലാണ്ട് ഒരു രക്ഷയില്ല. എന്തായാലും എന്തെങ്കിലും ഒന്ന് തപ്പി കണ്ടുപിടിക്കണം. എന്തായാലും ടൗണ് നല്ലൊരു ഹില്ലി ഏരിയയിൽ. അതാ ഗൈസ് മേലെ കാണുന്നതാണ് ചർച്ച്. ഫുള്ള് കോട കാരണം ചർച്ച് കാണുന്നില്ല മര്യാദക്ക്. എന്തായാലും മേലെയാണ് ചർച്ച് ഉള്ളത്, പോയി നോക്കാം ഗൈസ്. ചർച്ച് കഴിഞ്ഞ് വരുന്ന വണ്ടികളെ എണ്ണ തീരുന്നില്ല. എത്രയോ വണ്ടി വന്നുകൊണ്ടേയിരിക്കുക. നമ്മൾ ചർച്ചിലോട്ട് വന്നാണെങ്കിലും ചർച്ചിൻ്റെ പിന്നെ ടൈമിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ച് വിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബറെ കണ്ടു. അത് അക്കീറിൻ്റെ സബ്സ്ക്രൈബർ. അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞപ്പോൾ ആ വീട്ടിലേക്ക് പോവാം, എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ്. കടയൊന്നും തുറക്കൂല, നിങ്ങൾ തൽക്കാലം വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കുടിച്ചിട്ട് പോയിക്കോളി പറഞ്ഞിട്ട് ഞങ്ങളിതാ പുള്ളീനെ ഫോളോ ചെയ്യാണ്. ഈ മുന്നിൽ പോലെ അൾട്ടോ ആണ് കേട്ടോ നമ്മളെ കാറ്. സോ
നേരെ പുള്ളീൻ്റെ അടുത്ത് പോയി പുള്ളീൻ്റെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വേണം നമ്മൾ പള്ളി വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. വാ, പുള്ളിക്കാരൻ്റെ വീട് വരുന്നത് നല്ല കിടിലൻ സ്പോട്ടിലെ ഗൈസ്. നോക്കി പുള്ളി മുന്നിൽ ഇങ്ങനെ പോകുന്നുണ്ട്, ഞാൻ പുറകിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. നൈസ് വില്ലേജ് ഗൈസ്, നൈസ് വില്ലേജ്. എന്തൊരു രസോ കാണാൻ ഒരു കുന്നിൻ്റെ പ്രദേശത്ത്. നൈസ്. അങ്ങനെ നമ്മൾ പുള്ളിൻ്റെ വില്ലേജിലെത്തിയിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ് ഗുഡ്. Yeah, this river, no? This river will flow towards the side. Yeah, towards other tribes, no? Chakasan tribes, that side. And then those are the landscape. I Very hope you nice. like it. Yes. This is the pastor's residence. Okay. I'm also one of the pastors serving here. Yeah. Associate pastor. Abdi, itu Sumi Church lah pastor sah. And then we have a sector pastor and a children pastor. Perabnya, saya ni kau ya tak? No, please. no, you are serving in the biggest church. Yes. Wow. I'm also one of the pastors. Oh, great. What's your good name? Vito. Vito. Yes, Oh. Yeah, please come inside. No, please don't remove. No, it's okay. No. Yes, No. So, if my mother see this, if I put chappal and come inside, very bad. House is a little bit messy. No, it's great. Yesterday we were preparing something, so we didn't have the chance to No, it's get very the time clean. to Clean. Compared to our house, very clean. Come to my room, storeroom. I'm really happy that you both are here and then you could make it all the way from Kerala. We have been following you Thank you. since day one. If you'd like to use washroom, No. Hi. my wife Hinali. Yeah, sure. Really, coffee boleh. So guys, noodles with I think chicken or beef. Chicken ya chicken. Chicken. Roasted chicken. He's the one of the best guy I ever meet in my life. So guys, so guys, papabi na mon church to win up with to meet brother. So now we're having lunch. So this is Thank you. prepared by his lovely wife. So It's they have 10 out of 10. given me a review. So I'll give you a review, okay? Noodles full dittu, so tasty. Now cream cake. പുള്ളിക്കാരിൻ്റെ ഭാര്യ കേക്ക് ഉണ്ടാക്കുന്നതാണ്. I like ice cream, guys. So nice. This is life. I hope God will continue to bless you all, and then through your friendship, this will be a testimony to many people, and you continue to spread love to many people as you encounter, as you embark on your journey. May the good Lord bless you and keep you wherever you go. I'll just have a short prayer for both of you, and then send it. Sure. Gracious, most heavenly Father, we thank you so much for this blessing. We thank you for the opportunity that you have given to us, Lord Jesus. At this moment of time, Lord Jesus, we come before you with thanksgiving in our heart. We thank you for the life of our brother Eddie and brother Yasin. We thank you for the friendship. We thank you for the bond that they share together. And through their friendship and through their commitment, they have bring good name to the states of Nagaland and Kerala. The love that they spread
wherever they go is an amazing experience that we also get to witness, Lord Jesus. May you continue to bless them. May you continue to be with them wherever they go and explore. May they continue to spread your love, your kindness, and may you continue to be with their families as well, Lord Jesus. We thank you for this time that you have given to us. We are very thankful for their friendship, and as they move out from this place, may you continue to be with their journey and help them in every aspect of their life, committing their life, their friendship, their families unto your care. For all these things I pray in the most precious name of our Lord and Savior Jesus Christ. Amen. God bless, brother. Thank you so much. Thank you so much for blessing us with food Yeah. and true prayer also. I think this journey, I think. No, you are the one of the nicest person we meet in this journey. We are really happy, yeah? Just not One short clip. Akhir. Akhil. Salam ga. Thank you so much. Thanks, Rob. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് അവിടെ കണ്ടത്. ആൻഡ് വൺ മോർ തിങ് ടു ഓൾ നാഗാലാൻഡ് പീപ്പിൾ, earlier I mentioned that you should open a restaurant on Sunday, but God listened to my prayer like a pastor, right? God came to us and gave us food. So nice, guys. So just believe in God and pray more, and the pastor pray for us and we'll pray for pastor also every day. So we are going to church now. Finally, biggest church in Asia. അപ്പം ഏഷ്യയിലെ ഏറ്റവും വലിയ ചർച്ചിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇവിടെ 3 ബസ് കൊണ്ട് നിർത്തിയിട്ടിട്ട് ആ ചർച്ചിൻ്റെ റിവ്യൂ കിട്ടുമില്ല നോക്ക്. ഓ എൻ്റെ മോനെ, സുനോമറ്റോ ബാപ്റ്റിസ്റ്റ് ചർച്ചാണ് ഈ കാണുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ചർച്ച്. ഇപ്പം നമ്മുടെ മഴമേഘങ്ങൾ കൂടി നിൽക്കുന്നുണ്ടാട്ടോ വ്യൂവിനൊരു കുറവുള്ളത്. എന്തായാലും അടിപൊളി ചർച്ച്, കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട്. ഏകദേശം 8500 പേർക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം ഇതിൻ്റെ അകത്തുണ്ട്. 2007 ഇതിൻ്റെ പണി തുടങ്ങുന്നത്. 2017 ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പം തുടർച്ചയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ ഇവിടെ ഫാദേഴ്സ് അല്ല ഉണ്ടാവുക, പാസ്റ്റേഴ്സാണ്. ഏകദേശം 18 പാസ്റ്റേഴ്സ് എങ്ങാനുണ്ട് ഈ ഒരു ചർച്ചിൽ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു പള്ളിയിൽ ഒരു ഫാദർ അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻ്റായിട്ടൊരു ഫാദർ കൂടിയല്ലേ. ഇവിടെ അതല്ല, 18 പേര്, അത്രയ്ക്കും വലുതായതുകൊണ്ട് ഭയങ്കര രസം. നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് കയറി എന്തായാലും ചുറ്റും കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളോട്ട് കയറാം. നമ്മുടെ പാസ്റ്റർ നല്ലൊരു മനുഷ്യനാണ്. പുള്ളി എന്താക്കിയിരിക്കുന്നത് നമുക്ക് ഈ സ്ഥലം മൊത്തം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഇവിടുത്തെ സെക്യൂരിറ്റിനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും പള്ളീൻ്റെ അകത്തോട്ട് കയറുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് സുനോമറ്റോ എന്ന് പറയുന്ന ടൗൺ മൊത്തം കാണാൻ വേണ്ടി പറ്റും. ഗൈസ് 1 2 3 4 5 ഫ്ലോർ എങ്ങാനുണ്ട് ഇതിൽ. കയറി വന്നവിടെ നല്ല ഫ്ലവറൊക്കെ വെച്ച് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നൈസ് ഗൈസ്. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്, അതുകൊണ്ട് ഫാദേഴ്സ് ഡേൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഓ മാൻ, ഓക്കെ, മരം കൊണ്ടുള്ള കസേരയാണ്. എനിക്കൊന്ന് 6 പേർക്ക് ഒരുമിച്ചിരുന്ന് ഒരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി പറ്റും തോന്നുന്നു. അതിങ്ങനെ ഫ്ലോറായിട്ടാട്ടോ. നമ്മൾ മുകളിൽ കണ്ട ചർച്ച വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു വലുതായിട്ട് തോന്നുന്നില്ല, പക്ഷേ ഇതാണ് വലുത് എന്നാണ് പറയുന്നത്. നമ്മൾ ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ വേർ ഈസ് ദ ബിഗ്ഗസ്റ്റ് ചർച്ച് ഇൻ ഏഷ്യ, സുനോമറ്റോ സുമി ബാപ്റ്റിസ്റ്റ് ചർച്ച് ഈസ് എ ബാപ്റ്റിസ്റ്റ് ചർച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ സുനോമറ്റോ, നാഗാലാൻഡ്, ഇന്ത്യ. നാഗാലാൻഡിൽ, ഇന്ത്യയിലാണ് ബിഗ്ഗസ്റ്റ് ചർച്ച് ഉള്ളത്. നമുക്ക് അഭിമാനിക്കാം ഗൈസ്. ഞാൻ എൻ്റെ ജന്മത്തെ ഞാൻ വിചാരിച്ചില്ല ഇന്ത്യയിലായിരിക്കും ഏഷ്യയിലെ ഏറ്റവും വലിയ ചർച്ച് എന്ന്. വാ,
ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ഈ ഫോട്ടോ അതൊന്നും കാണില്ല, ബാപ്റ്റിസ്റ്റ് ചർച്ച് ആയതുകൊണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഒരു ഫ്ലോറിൽ ആൾക്കാർ ഇരിക്കുന്നതാണ്, അടുത്ത ഫ്ലോറിൽ ആൾക്കാർ ഇരിക്കുന്നതാണ്. നൈസ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ സെക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരു സെക്ഷൻ എന്താ ഇങ്ങനെ സെക്ഷൻ വൈസ് മേലോട്ട് പോവാണ്. ഇവിടെ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ടുള്ള പാസ്റ്റേഴ്സും വേറെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് നല്ല സെറ്റപ്പ് പള്ളി, നല്ല രസമുണ്ട് കാണാൻ. നൈസ് ഗൈസ്. വാ, എന്താ ഇത് പറയുക, ഒരു ഓഡിറ്റോറിയം മാറിയുണ്ട് വലിയ, അത്രക്കും വലിപ്പം. ഈ ചർച്ച നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സുനമറ്റോ എന്ന് പറയുന്ന ടൗൺ മൊത്തം കാണാനും പറ്റും. ലെറ്റ്സ് സിറ്റ് ഹിയർ. ഹൗ വാസ് ദ വ്യൂ ഫ്രം ഹിയർ? നൈസ് ഗൈസ്. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ വ്യൂ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടാവും. സോ നൈസ് ഗൈസ്. ഇത് സുനമറ്റോ സുമി ചർച്ചാണ് കേട്ടോ. സുമി എന്ന് പറയുന്ന നാഗാലാൻഡിലെ ഒരു ട്രൈബിൻ്റെ കീഴിൽ വരുന്ന ചർച്ചാണ്. ഗോൾഡൻ പ്ലേറ്റൊക്കെ പോലെ ഇല്ലേ. ഈ ചർച്ച് തന്നെ നടന്നു കാണാൻ ഒരുപാടുണ്ട് ഗൈസ്. എന്തായാലും ഗൈസ്, ലാർജസ്റ്റ് ചർച്ച് ഇൻ ഏഷ്യ. ഇതായിരിക്കും കേട്ടോ. ഇവിടുത്തെ പാസ്റ്ററൊക്കെ ഇവിടെ നിന്നിട്ടാണ് പിന്നെ ഈ ജനങ്ങളെ മൊത്തം പിന്നെ അഭിസംബോധന ചെയ്യുക ഇവിടെ നിന്നിട്ടായിരിക്കും. മൂപ്പരൊരു പ്രഷർ ആലോചിച്ച് നോക്കി, 1, 2 എന്നല്ല 10, 8,500 പേരെ ഒരുമിച്ചിരുന്നിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രഷറായിരിക്കും. പൊന്നോ. പക്ഷേ ഒരു യുണീക്ക് സംഭവം തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ. സോ ഗൈസ്, ഈ ചർച്ചിൻ്റെ 360 ആംഗിൾ ഒന്ന് കാണിച്ചു തരാം. മോനെ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ പേടിയാവും ഗൈസ്. കാരണം പ്രഷറായിരിക്കും നമുക്ക്. സെക്യൂരിറ്റി നമ്മളെ കൂടെ ഉണ്ടായതുകൊണ്ട് പുള്ളി നമ്മളെ മൊത്തം തുറന്നടിച്ച് കാണിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ മെയിൻ പാസ്റ്റർ വന്ന്, അപ്പം പുള്ളിക്ക് നമ്മളെ ഭയങ്കര റെസ്പെക്റ്റ്. എന്നിട്ട് 6th ഫ്ലോറിൽ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാ അക്കീറ ആ സൈഡ് കിടക്കുമ്പോൾ ഞാൻ ഈ സൈഡ് കിടക്കും. കാരണം എന്താ പറയുക, വോയിസ് ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവും, ബ്രേക്കാവും. മാൻ, ഇവിടുന്ന് വ്യക്തമായിട്ട് സുനമറ്റോ ടൗൺ മൊത്തത്തിൽ കാണാം. ഒരു വണ്ടി റൂട്ട് കൂടെ പോകണില്ല ഗൈസ്. എല്ലാവരും ചർച്ച ആയതുകൊണ്ട് പൊരൽ കുത്തിരിക്കുക ഞായറാഴ്ച ആയിട്ട്. നൈസ്. ഒരു കിടിലൻ മഴ വരാനുള്ള ചാൻസ് നമുക്ക് കാണുന്നുണ്ട് ഗൈസ്. എന്തായാലും അടിപൊളി വിഷ്വലാട്ടോ ഇതിൻ്റെ ടോപ്പിൽ നിന്ന്. ഇനി നമുക്ക് ഓരോ ഫ്ലോറായിട്ട് താഴോട്ട് ഇറങ്ങാം. അപ്പം നമുക്കിങ്ങനെ കാണാം. SBZZ. നൈസ്. എന്തായാലും അടിപൊളി വ്യൂ ഗൈസ്. അതായത് ഈ പള്ളിക്കുള്ള പിന്നെ ഇതില്ലേ എന്താ മണി, അത് നമ്മൾ കേരളത്തിൽ നിന്നാണ് വരുന്നത്. ഇവിടെ കൊണ്ടുവന്നത് പോളണ്ടിൽ നിന്നാണ് ഒന്ന്. എന്നിട്ട് പക്ഷേ അതിന് ക്രാക്ക് വന്ന്. എന്നിട്ട് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മളെ കേരളത്തിൽ നിന്നാണ്. നമുക്ക് അഭിമാനിക്കാം. മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നോ അവിടെ നിന്ന് ഇടുന്നോ. അപ്പുറത്തെ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി സൈഡാണ്. ഈ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് സൈഡാണ് കേട്ടോ. ഫുള്ള് നമ്മൾ വന്ന റോഡാട്ടോ അത്. അതിലിങ്ങനെയാണ് നമ്മൾ വന്ന് ഫുള്ള് കാണാം. ഒരു മൗണ്ടെയിൻ മൊത്തം ഇവിടുന്ന് കാണാം ഗൈസ്. നൈസ്. എന്തായാലും ഭയങ്കര രസമുണ്ട്. ഇങ്ങനെ ആയിരിക്കണം. ഇവിടുത്തെ വ്യൂ മൊത്തം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. വീഡിയോയുടെ ലെങ്ത്ത് കൂടിയാലും കുഴപ്പമില്ലല്ലോ. ബിഗ്ഗസ്റ്റ് ചർച്ച് ഇൻ ഏഷ്യ. ആസ് എ ഇന്ത്യൻ we should proud man, like biggest church in Asia, only in India, we should proud. നമ്മൾ 6th നിന്ന് 5th ഫ്ലോറിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കയറി വരുന്ന ഭാഗമാണ് കേട്ടോ. മോനെ പേടിയാവും കേട്ടോ ഇവിടെ നിൽക്കാൻ.
ഇവിടെ നോക്കിയേ, എന്തൊരു വലുതാ നോക്കിയേ. ഇതൊക്കെ ഫുള്ളായിരുന്നു ഇന്ന് രാവിലെ കേട്ടോ. ഒറ്റൊന്നുമില്ലാണ്ട് എല്ലാ ഏരിയയും ഇന്ന് ഫുള്ളായിരുന്നു ഗൈസ്. വാ, അവിടെ നോക്ക്, തിയേറ്ററിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണുന്ന പോലെ കാണാം. സോ ഗൈസ്, ഇവിടെ കല്യാണം മാരേജൊക്കെ നടക്കുകയാണെങ്കിൽ ഇത് ഗ്രൂമിന്, ഇത് ബ്രൈഡിന്, അവർക്ക് ഡ്രസ്സപ്പ് ചെയ്യാനുള്ള ഫ്രഷപ്പ് ചെയ്യാനുള്ളൊക്കെ റൂമാണിത്. നൈസ് ഗൈസ്, നൈസ്, ദിസ് ഈസ് ഗുഡ്. എല്ലാ സെറ്റപ്പും, ഒരു വാഷ്റൂമും ഉണ്ട്. നൈസ് നൈസ്, ഇറ്റ്സ് ഓക്കെ. ഓ, ഇത് ഗ്രൂമിന്. നമുക്ക് ഇത് നമുക്കുള്ളത്. ദാറ്റ് ഈസ്, ക്യാൻ ബി ഓപ്പൺ ദാറ്റ്? ദിസ് ഇസ് ഫോർ ബ്രൈഡ്. സെയിം ഓൾമോസ്റ്റ് സിമിലർ ഗൈസ്. ഇത് ബ്രൈഡിനുള്ള റൂം കേട്ടോ. നൈസ്. അപ്പം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇതൊക്കെ നടക്കലുണ്ട്, എന്ത് കല്യാണവും പരിപാടിയൊക്കെ. അപ്പം അവരുടെ കുടുംബക്കാർക്കൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഓ, ഇനി 4th നോക്കിയാലും ഭയങ്കര ഹ്യൂജ് ആട്ടോ. അല്ല, 5th ഫ്ലോറിൽ നിന്ന് നോക്കിയാലും 4th ഫ്ലോറിൽ നിന്ന് നോക്കിയാലും ഇത് ഭയങ്കര ഹ്യൂജാ. നൈസ്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പുള്ളി നമുക്ക് എല്ലാം കാണിച്ചു തരും. ഓക്കെ. ഇതൊരു വിസിറ്റിംഗ് റൂമും പിന്നെ ഇപ്പോൾ ഇനി ഗ്രൂമും ബ്രൈഡിൻ്റെ കൂടെയൊക്കെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ റെസ്റ്റ് എടുക്കാനും ഇരിക്കാനും എല്ലാത്തിനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇതൊരു ചുമ്മാ പള്ളിയല്ല, ഇതൊരു അടിപൊളി പള്ളിയാണ് ഗൈസ്. അത്രക്കും സൂപ്പർ ആക്കിയിട്ടാണ് ഇവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഗൈസ്, നമ്മൾ 3rd ഫ്ലോറിൽ വന്നിട്ടുണ്ട്. 3rd ഫ്ലോറിൽ നിന്നുള്ള വ്യൂ നോക്ക്. നമുക്കിങ്ങനെ പേടി കുറഞ്ഞ് വരും കേട്ടോ. ഫ്ലോർ ഇങ്ങനെ കുറഞ്ഞനുസരിച്ച് ഇവിടെ എന്തുകൊണ്ട് തോന്നുന്നു. 3rd ഫ്ലോറിൽ നിന്നുള്ള വ്യൂ അടിപൊളി. 3rd ഫ്ലോറിൽ ഒരുപാട് സീറ്റുകളുണ്ട് കേട്ടോ. ഒരുപാട് സീറ്റുകൾ എന്ന് വെച്ചാൽ ഒരുപാട് സീറ്റുകളുണ്ട്. ഇവിടെ കുറച്ചുകൂടി നമുക്കിങ്ങനെ പിന്നെ എന്താണ് പാഷനോടൊക്കെ അടുപ്പിച്ചിരിക്കാൻ പറ്റുന്നൊരു സ്ഥലം ഇവിടെയാണ്. വീഡിയോഗ്രാഫേഴ്സും പിന്നെ മൈക്ക് സെറ്റപ്പും എല്ലാ കാര്യങ്ങളും ഇവിടെ ഇരിക്കും. This is huge. Let me sit here. The seat also very nice guys. ഇതിനൊരു കർവ് ഉണ്ട്, അതുകൊണ്ട് നല്ല സീറ്റിംഗ് പൊസിഷൻ, വെരി ഗുഡ് സീറ്റിംഗ് പൊസിഷൻ ഗൈസ്. അപ്പം എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞ് ചർച്ചിൻ്റെ ഒരുപാട് സാധനങ്ങൾ ഇനിയും ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ കാണിക്കാതെ. പക്ഷേ ഈ ചർച്ചിൻ്റെ ഒറ്റ പ്രശ്നം എനിക്കുള്ളൂ, നമുക്ക് എന്ന് കഴിഞ്ഞാൽ ചർച്ച് മൊത്തം കാണാനുള്ളൊരു വ്യൂ ഇല്ലേ, ആ ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ല. ഒരുവിധം ഇങ്ങനെ കാണാം, നിന്ന് ഫോട്ടോ എടുക്കാനുള്ള. ഇതാണ് ചർച്ച്. സോ ഗൈസ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചേക്കണ്. 2007 തുടങ്ങി, 2017 കഴിഞ്ഞ് 2017 പിന്നെ 203 ഫീറ്റ്, 103 ബ്രെഡ്ത്ത് 153, ഹൈറ്റ് 166, എല്ലാം സീറ്റിംഗ് മൊത്തം 36 കോടി രൂപയ്ക്കാണ്. സിമ്പിൾ, ഓൺലി 36 crore. താങ്ക് യു. ഇത്രയും നേരം വീഡിയോയിൽ വന്നില്ലായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് വീഡിയോയിൽ വന്നത്. മഴയും പെയ്ത്. അപ്പോൾ താങ്ക് യു. ആൻഡ് വി ആർ ലീവിങ് ഫ്രം സുനമറ്റോ. നമ്മളിതാ പിന്നെ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ നിന്ന് ബൈ പറഞ്ഞ് ഇനി നമ്മൾ യാത്ര തുടങ്ങുകയാണ്. വി ആർ ഗോയിങ് ടു കൊഹിമ. 3 hours ജേണിയാണ് കൊഹിമയിലോട്ട്, ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് നാഗാലാൻഡ്. കൊഹിമയിലോട്ടുള്ള യാത്ര തുടങ്ങുകയാണ്. ഫുള്ള് കോടയിൽ മുങ്ങി കിടക്കുകയാണ്. നമ്മളെ പള്ളി ബാപ്റ്റിസ്റ്റ് ചർച്ച് കാണാൻ പോലും ഇല്ല കോട കാരണം. നൈസ്. സോ ലെറ്റ്സ് എൻജോയ് അവർ ട്രിപ്പ് ടു കൊഹിമ നൗ. ആൻഡ് എ ബിഗ് താങ്ക്സ് ടു ബോത്ത് pastors and who guide us in the church also, that guy also. So they treat us very well. We drink, we eat our lunch from here. So nice guys. So we forgot to say thank you to that right now. yeah, and God bless you everyone. Because yes, നമ്മൾ
സുനോപറ്റോനോട് ബൈ പറയാൻ വേണ്ടി പോവാണ്. സുനോപറ്റോ become one of my favorite place in Nagaland right now because of the past days. അവരെ നമ്മളോടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാരണം സുനോപറ്റോ എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് മാറി. ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ ഭയങ്കര പ്രശ്നക്കാരാണെന്നൊക്കെ പറഞ്ഞ സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പം ഭയങ്കര ഫ്രണ്ട്ലി, ഭയങ്കര രസമായിരുന്നവർ, നല്ല അടിപൊളി. എന്തായാലും നമ്മളിനി കൊയ്മയിലുള്ള റോഡ് അടിപൊളി റോഡാണെന്നാണ് പറഞ്ഞത്. 2 മണിക്കൂർ കൊണ്ട് എത്തുന്നൊക്കെ പറഞ്ഞത്. ഗൂഗിൾ മാപ്പിൽ 3.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് എത്തുമെന്നാണ് പറഞ്ഞത്. കറക്റ്റ് പുതിയ റോഡാണ്, ഒന്നും പേടിക്കണ്ട, വെച്ച് പിടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സുനോപറ്റോ ടു കൊയ്മ യാത്രയിലാണ്. നല്ല റോഡ് കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇത്രയും നേരം ഓടി, ഇപ്പോൾ ഒരു 10-20 കിലോമീറ്റർ ഓടി. 20 കിലോമീറ്ററും നല്ല കിടിലൻ. അതുകൊണ്ട് ടെൻഷനില്ലാണ്ട് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവാം. ലാൻഡ് സ്ലൈഡിനുള്ള ഒരു ചാൻസൊക്കെ കാണുന്നുണ്ട്. ഒരു ഡേഞ്ചറസ് ഏരിയയാണ്. നല്ല കിടിലൻ വ്യൂ ആയി, കിടിലൻ. ഒരു ഗ്രാമം എന്തോന്ന് വരുന്നുണ്ട്, ഒരു വില്ലേജ് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നൈസാണ്. ഇപ്പോൾ ഞാനാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. ഇങ്ങനെ ഓടിച്ചോടിച്ച് ഇങ്ങനെ പോകാം. അതിനുശേഷം ഞാൻ വണ്ടിയൊക്കെ ഓടിക്കുകയായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഞാനൊന്ന് മാറിയിരുന്നത്. നമ്മളിതാ രാത്രിയായി, കൊയ്മ ടൗണിലെത്തിയിട്ടുണ്ട്. ബ്ലോക്ക് തുടങ്ങി, ഫുള്ള് ബ്ലോക്കിലാണ് ഇരിക്കുന്നത്. ഒരു കുന്ന് മൊത്തത്തിൽ ടൗണായി കിടക്കുന്ന ഒരു സ്ഥലമാട്ടോ ഇത്. നൈസ്, ബാക്കോട്ടൊക്കെ ബ്ലോക്കാണ്. നമുക്ക് നോക്കാം എത്ര നേരം ഇവിടെ ഇരിക്കേണ്ടി വരും എന്നുള്ളത്. ഓക്കെ, സോ ഗൈസ്, നമ്മൾ കൊഹിമേൻ്റെ പ്രധാന പാർട്ടുകളിലൊക്കെ എത്തിയിട്ടുണ്ട്. വണ്ടി എങ്ങോട്ടേക്കോ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ബ്ലോക്ക്. സൺഡേ ആയതുകൊണ്ടാണ് ഇത്ര കുറവ്. ഇത് സൺഡേ അല്ലായിരുന്നു കണ്ടല്ലോ, ഇവിടെ ഫുള്ള് ബ്ലോക്കിൽ കുടുങ്ങി പണ്ടാരടങ്ങി നമ്മൾ പെട്ടുപോയേനെ ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, ചെറിയൊരു ബ്ലോക്കേ ഉള്ളൂ. ഹൗ മെനി കിലോമീറ്റേഴ്സ് മോർ സാർ? 2 കിലോമീറ്റേഴ്സ്, 2-3 കിലോമീറ്റേഴ്സിനുള്ളിൽ നമ്മൾ ആ സ്ഥലത്തെത്തും. വെൽക്കം ടു കൊയ്മ, ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് നാഗാലാൻഡ്. ആഫ്റ്റർ 4 years I am back here guys, back here. നമ്മൾ കൊയ്മയിലെത്തി. അക്കീറിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹോം സ്റ്റേ ഉണ്ട്, അവിടെ എത്തിയിരിക്കുകയാണ്. ഒരു ബിൽഡിങ്ങിന് മേലെ കേട്ടോ, ടൗണിൽ തന്നെ. കൊള്ളാം കേട്ടോ, നല്ല നൈസായിട്ടുള്ളൊരു ഹോം സ്റ്റേ. കയറി വന്നാൽ അക്കീറൊക്കെ അവിടെ സംസാരിക്കുകയാണ്. ഇതൊരു കിച്ചണ് മാതിരിയാണ്, അവരെ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ റൂം ഈ വരുന്നതാണ്. നൈസ്, ഇതാണ് നമ്മളെ റൂം കേട്ടോ. സ്റ്റേ ഫോർ ടു നൈറ്റ്. ആൻഡ് ഇവിടുന്ന് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, കിട്ടിയാണ് വ്യൂ പോയിൻ്റ് ഗൈസ്. മനസ്സിലാവും വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ കൊയ്മ ഇങ്ങനെ കാണാം, രസമല്ലേ? നമ്മളെ വണ്ടി അതാ താഴെ കാണുന്നു. അപ്പം ഇനി റെസ്റ്റൊക്കെ എടുക്കട്ടെ, ഇനി ഭക്ഷണമൊക്കെ കഴിക്കണം. എന്തൊക്കെയോ ഉണ്ട്, ബീഫ്, മീൻ. ഒന്നും ഞാൻ കഴിക്കില്ല. ദിസ് ഗൈ വിൽ ഈറ്റ്. What? What you finish? Feel like you're at home. Yeah, man. This is rajma. We have this is potato and it is Beef, pork beef. Pork beef. Smoke. Smoked pork. Smoked pork beef. guys. And this one? This is prawns. And later explain. She explain it. Yeah, that's a prawns. Oh. And it's cooked in pumpkin leaves. Dry one? Let's try one. Try one. Dry one, okay. And this one? This is the fish. Fish head. Try fry. Chamandi, chutney. Chutney. Okay, from Yeah. you also call chutney. Yes. Chutney, huh? Okay, so guys, I will give you information. Okay, this is not chutney. This is chamandi. Okay, you guys are wrong actually. All the Really? Nagas are wrong. If you Google it, chutney, you will get it. Okay. But This is chutney. But in Naga we call chutney. 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 then Yeah. it's okay. Yeah, chutney. In some village, they say it like instead of chutney, they say chutney. Chutney, that's okay. Chutney is okay. Chutney, if you Google it, chutney. But this is our chutney because you guys have lots of varieties. No. You guys have lots of varieties in food. We don't have lots of varieties. We call this chutney like this one. They have rosab na. Recipe, This yeah. is rosab. Our This is specialty all na. vegetables, okay? So in all Bhutan, vegetables. we have machian. These Machian. are organic Yes. leaves. It's okay. That name is okay. So I'll tell you. So for us, this is the chutney.
This is also chutney. Yes, like chutney. Yeah, we eat like a chutney. Yeah, this so one. if you It don't will be have a little this- bit spicy. Okay. I take it back. Okay. So what? Huh? Explain. Explain. Explain, yeah. Oh, not to explain. Today is Sunday, That- so I couldn't prepare much. Tomorrow This one. we'll have more We have special 1, food. 2, 3, 4, 5, 6, 7, 8, 9, 10, 11 dishes. It's enough, more than enough, right? So, Akir, next. I'll hold it for you guys. Chalo. No, it's okay, it's okay. Thumbnail. Thumbnail. So guys, ഇതിൻ്റെ റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി തീർക്കാമല്ലോ. Oh, thank you so much. ചോറ് ഈസ് റെഡി. ഓ, ഈ പരിപ്പ് കറി നല്ല വ്യത്യാസമുണ്ട്. ഇത് from stem നല്ലതായി മിശി. This is good. എന്നാ ഫുഡ് കഴിക്കട്ടെ. ഈ വീഡിയോ അവസാനിപ്പിക്കാനുള്ള ടൈമായി. വി ആർ ഇൻ കൊയ്മ, ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് നാഗാലാൻഡ്. അപ്പം ഞാൻ നാഗാലാൻഡ് വിടാൻ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഉള്ള ദിവസങ്ങൾ അടിച്ചു പൊളിക്കട്ടെ. സോ എന്താ പറയുക, ഞാൻ ഇനി അങ്കാമി ട്രൈബിലോട്ടിലെത്തിയിരിക്കുകയാണ്. അതായത് കൊയ്മ എന്ന് പറയുന്നത് അങ്കാമി ട്രൈബ്സിൻ്റെ സ്ഥലമാണ്. സോ ബാക്കി എല്ലാ വിശേഷങ്ങളൊക്കെ നാളെ പറഞ്ഞുതരാം. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട്